നമസ്കാരം. ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക ചികിത്സ. നമുക്ക് ഏതൊരു സാഹചര്യത്തിലും, ഇപ്പോൾ ഏതൊരു അപകടമാണെങ്കിലും, അത് വലിയ അപകടമാണെങ്കിലും ചെറിയ അപകടമാണെങ്കിലും, നമുക്ക് ഏറ്റവും ആദ്യം കൊടുക്കാൻ കഴിയുന്ന പ്രാഥമിക ചികിത്സകൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ചുറ്റിലും പലതരത്തിലുള്ള അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ അപകടങ്ങൾക്കും നമ്മുടെ ആരോഗ്യം മോശമാകുന്ന തരത്തിലുള്ള അപകടങ്ങളുണ്ടാവും. ചിലത് നിസ്സാരമായിട്ടുള്ള അപകടങ്ങളുണ്ടാവും, വലിയ വലിയ ദുരന്തങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ആദ്യമായി കൊടുക്കാൻ പറ്റുന്ന, അടിയന്തരമായി കൊടുക്കാൻ കഴിയുന്ന ചികിത്സകൾ, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൊടുക്കാൻ കഴിയുന്ന ചികിത്സകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല മേഖലകളിലേക്ക് നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അടിസ്ഥാനമായിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ മുതൽ തുടങ്ങാം അല്ലേ? എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് അതിൻ്റെ ഡെഫിനിഷൻസ്? നമുക്ക് ഇങ്ങനെ വായിക്കാം. First aid is the immediate and temporary treatment given to the victim of an accident or sudden illness before medical help is obtained. ഓക്കെ, അപ്പം നമുക്ക് ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലായി എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ പെട്ടെന്നും അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. എപ്പോഴാണ് കൊടുക്കുന്നത്? ആ വിക്ടിമിന് കൊടുക്കുന്നത് ആൻ ആക്സിഡൻറ്റ് ഓർ സഡൻ ഇൽനെസ്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലോ, പെട്ടെന്നുള്ള വയ്യാത്ത അവസ്ഥ, പെട്ടെന്നുള്ള അസ്വസ്ഥതയുണ്ടായാലോ, മെഡിക്കൽ ചെക്കപ്പിന് മുന്നേ, മെഡിക്കൽ ഹെൽപ്പിന് മുന്നേ, ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ കൊടുക്കുന്ന അടിയന്തര ചികിത്സയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. അപ്പം ഈ നമ്മളിപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും, അപ്പം ഇത് പൊതുജനങ്ങൾക്കും കൂടെ അക്സെപ്റ്റബിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഈ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അത് അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക. പക്ഷേ അതിൻ്റെ ഓരോ ക്രൈറ്റീരിയകളുണ്ട്. അതിൻ്റെ യോഗ്യത എന്നല്ല, നമ്മളതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു നല്ല ഒരു പ്രാഥമിക ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് അതിൻ്റെ പോയിന്റുകൾ നോക്കാം. നോളജ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ആർ ഇനോവേറ്റബിൾ ഇൻ ക്യാരിയിങ് ഓൺ ഫസ്റ്റ് എയ്ഡ്. എന്തൊക്കെയാണ് വേണ്ടത്? അതിന് ഇപ്പോൾ എന്ത് അസുഖം തന്നെ ആണെങ്കിലും, എന്ത് അപകടമാണെങ്കിലും, നമുക്ക് കൃത്യമായിട്ടുള്ള അറിവും അതുപോലെ പ്രസൻസ് ഓഫ് മൈൻഡാണ് പറയുന്നത്. അത് ചെയ്യാനുള്ള മാനസികാവസ്ഥയും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാഥമിക ചികിത്സ ഏത് അപകടഘട്ടത്തിലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി അടുത്ത് പറയുന്നത് ABCs. അതാണ് ഫസ്റ്റ് ഇത് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? ABC എന്ന് പറഞ്ഞാൽ എയർ വേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ വരുന്ന ഈ ഫസ്റ്റ് എയ്ഡിൽ വരുന്ന ഘടകങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ എയർ വേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഈ 3 പോയിന്റുകളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാറുണ്ട്. ഇതിൻ്റെ തുടർന്നുള്ള പഠിക്കാറുണ്ട്. ഇനി എന്ത് വേണം? The first thing is to remove casualty and self from the danger site. നമ്മളിപ്പോൾ ഒരു ചികിത്സ കൊടുക്കാൻ പോവുകയാണ്, ഒരു അപകടം ഉണ്ടായി, അവിടെ നമ്മൾ ചികിത്സ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെടുക്കണം? ഫസ്റ്റ് തിങ്, റിമൂവ് ദി കാഷ്വാലിറ്റി ആൻഡ് സെൽഫ് ഫ്രം ദി ഡേഞ്ചർ സൈറ്റ്. അവിടെ അപകടം നടന്ന സ്ഥലത്തിൽ നിന്ന് ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയെയും നമ്മൾ തന്നെ സ്വയം അവിടെ നിന്ന്, ആ സ്ഥലത്ത് നിന്ന് നമ്മൾ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ തുടർ അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ സേഫായിട്ട് വേണം, ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രാഥമിക ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെഫിനിഷനും അതിൻ്റെ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്: ടു പ്രിസർവ് ലൈഫ്. പ്രിസർവ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പ്രൊമോട്ട് റിക്കവറി പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഉള്ള ആശ്വാസ പ്രവർത്തനങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു ലിമിറ്റ് വേഴ്സണിങ് ഓഫ് ദി കണ്ടീഷൻ. അവിടുത്തെ ഇപ്പം ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ തന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥ ആയിരിക്കില്ലേ. അപ്പം ഒരു മനുഷ്യനാണെങ്കിൽ, ഏതൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ആളുടെ ഒരു അവസ്ഥ കുറച്ച് ഗുരുതരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ട് നിസ്സാരമായിട്ടുള്ള പരിക്ക് പറ്റിയായിട്ട് ആളാണെങ്കിലും ആൾ മാനസികമായിട്ട് വളരെയധികം വേദനിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ നമുക്ക് അതാണ് പറയുന്നത് പ്രസൻസ് ഓഫ് മൈൻഡ്. ആ വ്യക്തിയെ നമ്മൾ പരമാവധി ആൾക്കൊരു സാന്ത്വന രീതിയിൽ ആളുടെ അടുത്ത് ഈ പ്രാഥമിക ചികിത്സ നൽകുമ്പോൾ എന്തുണ്ടാവും?
അപ്പോൾ അവിടെ മറ്റു രീതിയിലുള്ള ഒരു ഭീകരാവസ്ഥ നമുക്ക് അവിടുന്ന് ഇല്ലാതാക്കാം, മാനസികമായിട്ടോ ഒരു ഭീകരാവസ്ഥ നമുക്ക് അവിടുന്ന് ഇല്ലാതാക്കാൻ പറ്റും. ടു അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് അപകടത്തിൽപ്പെട്ടതിനെ അവരെ ഉടനെ തന്നെ അടിയന്തരമായിട്ട് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വരും. ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട്, പ്രാഥമിക ചികിത്സ കൊണ്ട് മാത്രം അവരത് ഒതുങ്ങില്ല. ചിലപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ കോട്ടൺ വെച്ച് മുറിവുകൾ കെട്ടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആളെ ഉടനെ തന്നെ ആളെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കെയറിലേക്ക് എത്തിക്കേണ്ടതും ഇതിൻ്റെ ലക്ഷ്യമാണ്. അപ്പം ഇത്രയാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി ഒരു ഫസ്റ്റ് എയ്ഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക ചികിത്സ കൊടുക്കുന്ന വ്യക്തി, ആളെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡർ എന്ന് പറയുന്നത്. ആളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഇതിനകത്ത് കുറേ പോയിന്റുകളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഇത് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഫസ്റ്റ് എയ്ഡർ എന്ന് പറഞ്ഞാൽ പ്രാഥമിക ചികിത്സ കൊടുക്കേണ്ട ആൾ അറിഞ്ഞിരിക്കേണ്ട ആളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്. ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ഷുഡ് ബി സ്റ്റാർട്ടഡ് ബൈ ലുക്കിംഗ്, ലിസണിങ് ആൻഡ് ഫീലിംഗ്. ഇതാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്. ലുക്കിംഗ്, ലിസണിങ് ആൻഡ് ഫീലിംഗ് ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ. ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ ഷുഡ് ബി സ്റ്റാർട്ടഡ്. അവിടെ നിന്നാണ് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒരു അപകടാവസ്ഥ നമ്മൾ കാണുന്നു, അത് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അത് ഫീൽ ചെയ്യുന്നു. ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ന രീതിയിൽ അവിടെ അപകടങ്ങൾ സംഭവിച്ചേക്കാം, ഇന്ന രീതിയിൽ രോഗികൾ ഉണ്ടായേക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മളെ അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇന്ന രീതിയിലാണ്. ആദ്യം നമ്മളത് കണ്ട് മനസ്സിലാക്കുന്നു. ലുക്കിംഗ്, ലിസണിങ് നമ്മളത് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഫീലിംഗ്, നമ്മളത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഇനി എന്തൊക്കെ ഉണ്ടായേക്കാം, കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സൈറ്റ് കണ്ടു മനസ്സിലാക്കി, അത് കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമായി എന്തൊക്കെ രീതിയിലാണോ ഉണ്ടാവുന്നത്. അടുത്തതിന് വരുമ്പോൾ ഒബ്സർവ് വെദർ ദ പേഷ്യൻ്റ് ഈസ് ഡൈഡ്, അലൈവ് ഓർ കോൺഷ്യസ് ഓർ കോൺഷ്യസ്. നമ്മൾ ഇപ്പം ഒരു സൈറ്റിൽ പോയി അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു പേഷ്യൻ്റ്, അദ്ദേഹം നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യണം, നമുക്കത് കൃത്യമായിട്ട് തിരിച്ചറിയണം. ആ പേഷ്യൻ്റ് മരിച്ചോ അതോ ജീവനുണ്ടോ, അൺകോൺഷ്യസ് ആണോ അല്ലെങ്കിൽ കോൺഷ്യസ് ആണോ, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി എന്താ? ടു അസസ് ദി സിറ്റുവേഷൻ ക്വിക്ക്ലി ആൻഡ് സേഫ്ലി. നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം. പെട്ടെന്ന് മനസ്സിലാക്കും വേണം, അത് സേഫ് ആയിട്ട് വേണം, നമ്മുടെ ജീവന് സേഫ്റ്റി ആയിട്ടുള്ള, അതായത് ഭീഷണി ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ അവിടുത്തെ ആ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യണം. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ടു ഐഡൻറ്റിഫൈ ദി ഇഞ്ചുറി ഓർ നാച്ചർ ഓഫ് ഇൽനെസ് ഓഫ് അഫക്റ്റിംഗ് കാഷ്വാലിറ്റി. ആ ഉണ്ടായിരിക്കുന്ന അപകടം എന്ത് തരത്തിലുള്ള അപകടമാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൻ്റെ നാച്ചർ ഓഫ് ഇൽനെസ് അഫക്റ്റിംഗ് കാഷ്വാലിറ്റി. ഇപ്പം ഏതൊരു തരത്തിലുള്ള അപകടമാണെങ്കിലും അതിലുണ്ടാകുന്ന കാഷ്വാലിറ്റി, അപകടങ്ങളുടെ എന്ത് തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി എന്താ വേണ്ടത്? ടു ഗീവ് ഈച്ച് കാഷ്വാലിറ്റി ഈസിലി ആൻഡ് അപ്രോപ്രിയേറ്റഡ് ട്രീറ്റ്മെൻറ്റ്. അപകടം സംഭവിച്ച എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകണം. അതുപോലെ തന്നെ ട്രീറ്റിംഗ് ദി മോസ്റ്റ് സീരിയസ് കണ്ടീഷൻ ഫസ്റ്റ്. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യമേ തന്നെ അതിന് ചികിത്സ കൊടുക്കണം. ഇതൊക്കെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് ടു അറേഞ്ച് ദി കാഷ്വാലിറ്റീസ് റിമൂവ് ടു ഹോസ്പിറ്റൽ ഇൻ ടു ദി കെയർ ഓഫ് എ ഡോക്ടർ ഓർ ഹിസ് ഓൺ ഹെയർ ഹോം. നമ്മൾ സീരിയസ് ആയിട്ടുള്ളവരെ നമ്മൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് എയ്ഡറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ദി റിമൈനിങ് കാഷ്വാലിറ്റി അൺടിൽ അപ്രോപ്രിയേറ്റ് കെയർ ഈസ് അവൈലബിൾ. അവിടെ ബാക്കിയുള്ളവർക്കും ഒരേ തോതിലുള്ള തന്നെ അവരുടെ മുറിവിൻ്റെയോ അല്ലെങ്കിൽ അപകടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇനി എന്താ വേണ്ടത്? റിപ്പോർട്ട് യുവർ ഒബ്സർവേഷൻ. ടു റിപ്പോർട്ട് യുവർ ഒബ്സർവേഷൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഹയർ അതോറിറ്റിയിലേക്ക് നമ്മുടെ ഒബ്സർവേഷൻ എല്ലാം റിപ്പോർട്ടുകളായിട്ട് കൊടുക്കണം. ഇനി അതിൽ കൂടുതൽ നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേക്കാം. അത് തടയുന്നതിന് വേണ്ടി ടു പ്രിവെൻറ്റ് ക്രോസ് ഇൻഫെക്ഷൻ ബിറ്റ്വീൻ യുവർ സെൽഫ് ആൻഡ് കാഷ്വാലിറ്റിയിൽ നിന്ന്, ഇപ്പോൾ ഒരു അപകടം നടന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രോസ് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. എന്തൊക്കെയാണ് വേണ്ടത്? അവോയ്ഡ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ബ്ലഡ് ആണെങ്കിലും യൂറിനാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ പരമാവധി ഒഴിവാക്കണം. കൈകൾ കഴുകണം, വാഷ് ഹാൻഡ്, അതിനായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഗ്ലൗസുകൾ ഉപയോഗിക്കണം.
ഓക്കെ. ഇനിയിപ്പോൾ ഗ്ലൗസുകൾ ഉപയോഗിക്കാൻ നമുക്ക് ആ സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കാൻ നമുക്ക് ഗ്ലൗസ് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇതാവുക, ചിലപ്പോൾ നമുക്ക് ഗ്ലൗസ് കിട്ടില്ല. അപ്പോൾ എന്ത് വേണം, ഗ്ലൗസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള സെൽഫ് സേവിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യണം. നമ്മൾ കൈകൾ എപ്പോഴും വൃത്തിയായി കഴുകുക എന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, reassure the casualty, soft words and encourage the talk will make the casualty. അതൊന്നും അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പറ്റിയ പേഷ്യൻറ്റിന് അവരുടെ അടുത്ത് നമ്മൾ സൗമ്യമായിട്ടുള്ള രീതിയിൽ വേണം അവരുടെ അടുത്ത് പെരുമാറാൻ. ഒരു കാരണവശാലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ വീണ്ടും അവരുടെ ആ ഒരു അപ്പോഴത്തെ ഒരു അവസ്ഥ മാനിക്കാത്ത രീതിയിൽ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മാനസിക നില തകരാറിലാവാനും ഈ അപകടത്തെ അവസ്ഥ തന്നെ മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് വളരെ സൗമ്യമായിട്ട് വേണം അവരുടെ അടുത്ത് പെരുമാറാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്, ഡു നോട്ട് അറ്റംപ്റ്റ് ടു മച്ച്. ഒരുപാട് നേരം ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു വ്യക്തിയിൽ തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. നമ്മളെന്താ പറയുന്നത്, യു ആർ ഓൺലി എ ഫസ്റ്റ് എയ്ഡർ. നമ്മൾ പ്രാഥമിക ചികിത്സ കൊടുക്കുന്ന ആൾ മാത്രമാണ്. ഗിവ് മിനിമം അസിസ്റ്റൻസ് സോ ദാറ്റ് ദി കണ്ടീഷൻ ഡസ് നോട്ട് ബിക്കം വേഴ്സ് ആൻഡ് ലൈഫ് ക്യാൻ ബി സേവ്ഡ്. നമുക്ക് ഒരുപാട് സമയം അവരുടെ അടുത്ത് ഗിവ് മിനിമം അസിസ്റ്റൻസ്, എല്ലാം പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള മിനിമം അസിസ്റ്റൻസ് കൊടുക്കുക, അവരെ മറ്റ് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇത് അടുത്ത കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ക്ലിയർ ദി ക്രൗഡ്, നൈസ് വേർഡ്സ്. അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരിക്കാം, ഒരു അപകടം ഉണ്ടായി തീർച്ചയായിട്ടും ആൾക്കൂട്ടം ഉണ്ടായിരിക്കാം. അവരൊക്കെ ആ ക്രൗഡ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി തുടർന്ന് അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സൗമ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ അടുത്ത് അവിടെ മാറി നിൽക്കാൻ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപകടം ഉണ്ടാകുമ്പോൾ ഇന്ന രീതിയിലൊക്കെ നമുക്ക് പരിക്ക് പറ്റിയേക്കാം, അപ്പോൾ അതൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവിടെ നിന്ന് ആളുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആ ക്രൗഡെല്ലാം അവിടെ നിന്ന് ഒഴിവാക്കണം. ഓക്കെ. ആ ഏരിയ തന്നെ സേഫായിട്ട് നിർത്തേണ്ടതാണ്. ഓക്കെ. ഇനി എന്താണ്, ബിഫോർ അറ്റംപ്റ്റ് ദി ഫസ്റ്റ് എയ്ഡ് യു മസ്റ്റ് ബി കാം, നോൺ പാനിക് ആൻഡ് വാണ്ട് ടു ക്വിക്ക് അസസ്മെൻറ്റ്. നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ടെൻഷനോ അങ്ങനെ കാര്യങ്ങളോ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാഥമിക ചികിത്സ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതിനെന്ത് വേണം, ടേക്ക് എ മൊമെന്റ് ടു തിങ്ക്, ഡു നോട്ട് പ്ലേസ് യുവർ സെൽഫ് ഇൻ ഡേഞ്ചർ. നമ്മുടെ ഈ ഫസ്റ്റ് എയ്ഡറുടെ ലൈഫ് അതൊരു അപകടാവസ്ഥയിൽ പോകാത്ത രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ച് അപകടം ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഏരിയയിൽ തന്നെ നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പറയുന്നത് യൂസ് യുവർ കോമൺ സെൻസ്. നമ്മുടെ കോമൺ സെൻസ് അവിടെ യൂസ് ചെയ്യണം. നമ്മുടെ ലൈഫിന് ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ചികിത്സയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ. റിമൂവ് ദി കാഷ്വാലിറ്റി ആൻഡ് സെൽഫ് ഫ്രം ദി സൈറ്റ് ദർ ഇസ് എനി കണ്ടിന്യൂയിങ് ഡേഞ്ചർ. അതാ പറയുന്നത് കേട്ടോ. നമ്മൾ അവിടെ തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്ന, ഇപ്പോൾ ഭൂകമ്പങ്ങൾ, അതേപോലെ ഇപ്പോൾ മണ്ണിടിച്ചിൽ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തുടരെ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ എന്ത് വേണം, നമ്മൾ അവിടുന്ന് പരമാവധി അവിടുന്ന് തന്നെ സെൽഫ് സേവിങ് ആയിട്ട് അവിടുന്ന് കാഷ്വാലിറ്റികളെ വേറെ സ്ഥലങ്ങളിലേക്ക്, സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ട് വേണം അവർക്ക് പ്രാഥമിക ചികിത്സ കൊടുക്കാതെ നമ്മുടെ സേവനം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫസ്റ്റ് എയ്ഡറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് സെലക്ടിങ് കോൺഷ്യസ്നെസ് ആൻഡ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നോട്ടിനകത്ത് ആദ്യം അയച്ചു തന്നിരിക്കുന്ന നോട്ടിനകത്ത് ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരുപാടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തി അത് ആൾക്ക് കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് തിരിച്ചറിയുക, അതിൻ്റെ പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒബ്സർവ് ദി പേഷ്യൻറ്റ്, ഗിവ് റേഷണൽ കൊഹറൻറ്റ് ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. ഇഫ് ഡസ് ഹി ഹാവ് ബീൻ എ പൊസിഷൻ ടു എക്സ്പ്ലെയിൻസ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ ഒരു കാഷ്വാലിറ്റി ഉണ്ടായി, അവിടെ ആ ഒരു പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ആൾ റിപ്ലൈ തരികയാണെങ്കിൽ ആൾക്ക് വലിയ തോതിലുള്ള ഒരു ബോധരഹിത അവസ്ഥയിലെല്ലാം ഉണ്ടാവുക, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും എവിടെയൊക്കെയാണ് വേദന, എവിടെയാണുള്ളത്, എന്താണ് ഇപ്പോൾ തോന്നുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത് ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചികിത്സ ചെയ്യാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, കോൺഷ്യസ്നെസ് ആണോ സ്ലീപ്പ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇഫ് ദർ ഈസ് നോ റെസ്പോൺസ് ടു സ്പീച്ച് ട്രൈ ടു സ്റ്റിമുലേറ്റ് പെയിൻ. ചില വ്യക്തികൾക്ക് ഇപ്പം വേദന കാരണം നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടാവും. പെയിൻ ക്യാൻ ബി എലിക്റ്റ് ബൈ പ്രസ്സിങ് ഫിംഗർ നക്കിൾ ആൻഡ് ജോയിൻറ്റ്സ് ഓർ പ്രസ് ദി ഫസ്റ്റ് എയ്ഡഡ് നക്കിൾ അഗൈൻസ്റ്റ് ദി ബ്രസ്റ്റ് ബോൺ ഓഫ് ദി കാഷ്വാലിറ്റി. നമുക്ക് ആളുടെ ഈ നെക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റുകളാണ്. ജോയിൻറ്റുകളിൽ പ്രസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് റെസ്പോൺസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാഷ്വാലിറ്റി ഇപ്പോൾ ഈ എല്ലുകളിൽ എന്തെങ്കിലും പൊട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പതിയെ ഒന്ന് പിടിച്ചു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളവിടെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അവരുടെ റെസ്പോൺസ് മാറും. വേദന ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഞെരങ്ങുകയോ മൂളുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം കാഷ്വാലിറ്റി ഇന്ന രീതിയിൽ ചിലപ്പോൾ ഫ്രാക്ചറുകൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള രീതിയിലാണ് ഇതാണ് പറയുന്നത്. ദി റിയാക്ഷൻ ടു പെയിൻ മേ ബി ഫീബിൾ സൗണ്ട്. ഞരക്കമുണ്ടാവും വേദന ഉണ്ടെങ്കിൽ. അപ്പോൾ ആ റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഞരങ്ങുന്ന രീതിയിലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഷാർപ്പ് ക്രൈ പെട്ടെന്ന് ഉള്ള കരച്ചിലൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഡിസൈഡ് ടു ലെവൽ ഓഫ് കോൺഷ്യസ്നസിൻ്റെ ആ ലെവൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്? നോ റിയാക്ഷൻ ടു പെയിൻ വുഡ് ഇൻഡിക്കേറ്റ് ദർ ഈസ് എ സിവിയർ നെർവ് ഡാമേജ്. നമ്മുടെ ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ സിവിയർ ആയിട്ടുള്ള നെർവ് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള നെർവ് ഡാമേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? സംടൈംസ് ഫോളോവിങ് എൻ ഇഞ്ചുറി എ പേഴ്സൺ മേ ബി അൺകോൺഷ്യസ് but when roused may become conscious and speak clearly, but after some time he may become unconscious again and even go to a coma. This must be reported to the doctor. ഇപ്പം ചില വ്യക്തികൾ ചിലപ്പം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ബോധരഹിത അവസ്ഥ ഉണ്ടാവും നമ്മൾ കാണുമ്പോൾ. പിന്നെ നമ്മളടുത്ത് സംസാരിക്കുന്നു, നമ്മളടുത്ത് നമുക്ക് എന്താ പറ്റി, വേദന എവിടെയെങ്കിലും വേദന ഉണ്ടോ, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ ആൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് സംസാരിക്കുകയും അത് കാര്യങ്ങൾ പറഞ്ഞു തരും. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദിസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ഡോക്ടർ. ഡോക്ടറെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. കാരണം ആൾക്ക് ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും തകരാറ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നെർവ് ഡാമേജോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയറിലേക്ക്, ഡോക്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനി ഹെഡ് ഇഞ്ചുറി വരികയാണെങ്കിൽ എന്താണ് വേണ്ടത്? ദി പ്രഷർ ഓഫ് ക്ലോട്ട് in the brain can be caused above the mentioned type of unconsciousness and immediate surgery may be required. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സർജറി ആവശ്യമുണ്ടാകും. അവർ ഈ തലയിലൊക്കെ മുറിവുകൾ, ഇപ്പോൾ തലയിൽ മുറിവ് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ എങ്ങനെയാണ്, ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മെഡിക്കൽ കെയർ വളരെ അത്യാസന്ന നിലയിലുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മെഡിക്കൽ കെയർ, അത് തന്നെ ചിലപ്പോൾ അവർക്ക് സർജറി പോലും വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു വ്യക്തി കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിനുള്ള ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ചികിത്സകൾ നമ്മൾ കൊടുക്കാൻ. ഇനി ഇഫ് ദി പേഷ്യൻ്റ് റെസ്പോണ്ട് ബട്ട് കംപ്ലൈൻറ്റ്സ് ഓഫ് ലൈറ്റനിങ് ആൻഡ് numbness indicate injury to the spinal cord. എന്താണ് ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ് എന്ന് പറയുന്നത്? ആ സ്പൈനൽ കോഡിന് കംപ്ലൈൻറ്റ് വരുന്ന പേഷ്യൻസ് റെസ്പോൺസ് ചെയ്യുന്ന രീതികളാണ് പറയുന്നത്. ഇനി സ്പൈനൽ ഇഞ്ചുറി ക്യാൻ കോസ് ദി ലിംസ് ആൻഡ് ഏരിയ എൽബോ ദി സൈറ്റ് ഇഞ്ചുറി ലൂസ് ഫങ്ഷൻ. അവർക്ക് ആ ഫങ്ഷൻ, ഇപ്പോൾ എൽബോ ആണെങ്കിൽ ഇപ്പോൾ കൈകൾ പൊക്കുവാനോ അത്തരത്തിലുള്ള കൈകാലുകൾ പൊക്കുവാനോ മടക്കുവാനോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ നമുക്ക് ഈ സ്പൈനൽ ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥകളിലും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി അവരുടെ സ്കിന്നിൻ്റെ കളർ നമുക്ക് മനസ്സിലാക്കാം. എ ഫ്ലഷ്ഡ് റെഡ് സ്കിൻ ഇൻഡിക്കേറ്റ്സ് എ ഫീവർ ഓർ റൈസ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കൂടുമ്പോഴാണ് സ്കിന്നിൻ്റെ കളർ മാറുന്നത്. ഏത് കളറാണ് മാറുന്നത്? ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അപകടാവസ്ഥയിൽ വന്നത് ഫ്ലഷ്ഡ് റെഡ് സ്കിന്നാണെന്ന് പറയുന്നത്.
സ്കിന്നിൻ്റെ കളർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇനി അടുത്ത വീണ്ടും വരുന്നത് എന്താണെങ്കിൽ ഇത് ഫ്ലഷിംഗ് ആൾസോ കോസ്ഡ് ബൈ പോയ്സണിങ് കാർബൺ മോണോക്സൈഡ് ഫ്യൂംസ് ആൻഡ് ഹീറ്റ് സ്ട്രോക്ക്. ഈ അവസ്ഥയിലും ഈ സ്കിന്നിൻ്റെ കളർ മാറാം. കാർബൺ മോണോക്സൈഡിൻ്റെ ഫ്യൂംസ് അകത്തേക്ക് ചെന്നിട്ട് അത് അതിൻ്റെ പോയ്സൺ വരുമ്പോഴും അല്ലെങ്കിൽ തന്നെ ഹീറ്റ് സ്ട്രോക്ക് വരുമ്പോഴും ഇതേപോലെ സ്കിന്നിൽ റെഡ് കളർ കാണാം. ഏത് കളർ? ഫ്ലഷഡ് റെഡ് സ്കിന്നായിട്ട് മാറാൻ പറ്റും. ഇനി ആഷ് കളറാണെങ്കിൽ വരുന്നതാണെങ്കിൽ ആഷ് കളറാണെങ്കിൽ ഓഫ് ദി സ്കിൻ ഇൻഡിക്കേറ്റ് ദി ബ്ലഡ് ലോസ്, അതുപോലെ തന്നെ ഇൻസഫിഷ്യൻറ്റ് സർക്കുലേഷൻ. ബ്ലഡ് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സ്ഥലങ്ങളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ സഫിഷ്യൻ്റ് ആയിട്ട് ഇല്ലെങ്കിലും ഉണ്ടാകുന്ന കളറാണ് ആഷ് കളറിംഗ് ആണ് വരുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആഷ് കളർ വരുന്നത് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴും ബ്ലഡ് ലോസ് ഉള്ള അവസ്ഥയിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ആഷ് കളറിംഗ് ആയിട്ട് വരുന്നത്. ഇനി എക്സ്പോർട്ട് ടു എക്സസ് കോൾഡ്, ഒരുപാട് തണുപ്പാണെങ്കിലും അതുപോലെ തന്നെ പ്ലെയിൻ ഫ്രൈറ്റ് ആണെങ്കിലും കൂടെ ഇത്തരത്തിലുള്ള ആഷ് കളറാവാൻ സാധ്യതയുണ്ട്. സ്കിന്നിൻ്റെ കളറിൻ്റെ വ്യത്യാസമാണ് പറയുന്നത് ഇതേപോലത്തെ എന്തെങ്കിലും അപകടം നടന്ന സ്ഥലത്ത്. ഇനി അടുത്തത് സൈനോസിസ് ഓർ ദി ബ്ലൂസിങ് ഓഫ് സ്കിൻ ആൾസോ ഇൻഡിക്കേറ്റ് ദി ഇൻസഫിഷ്യൻറ്റ് സർക്കുലേഷൻ. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം പോയിന്റ്. ഈ എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് സൈനോസിസ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയാണ്. ബ്ലൂസിങ് ഓഫ് സ്കിൻ ആൾസോ ഇൻഡിക്കേറ്റ് ദി ഇൻസഫിഷ്യൻറ്റ് സർക്കുലേഷൻ. ഇൻസഫിഷ്യൻറ്റ് സർക്കുലേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ അപകടം വരുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഈ പ്യൂപ്പിൾ ഒബ്സർവേഷനും കൂടെ നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ റെസ്പോൺസും കൂടി നമുക്ക് നോക്കേണ്ടത്. അപ്പോഴാണ് ഈ വ്യക്തി കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നേരെ ഇങ്ങോട്ട് പോവാം. ഒബ്സർവേഷൻ ഓഫ് പ്യൂപ്പിൾ ഒബ്സർവേഷൻ പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രൊവൈഡ് സെർട്ടൺ ക്രൂഷ്യൽ ഇൻഫർമേഷൻ. നമുക്കത് കണ്ണുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. എങ്ങനെയാണ്? ഇഫ് എ ടോർച്ച് ഷൈൻസ് ഓൺ ദി പീപ്പിൾ ദേ ഷുഡ് കൺസ്ട്രക്റ്റ്. നമ്മുടെ കണ്ണിലേക്ക് ടോർച്ച് അടിക്കുകയാണെങ്കിൽ അത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് നമുക്ക് നോട്ട് ചെയ്യാം, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇഫ് എ ടോർച്ച് നോട്ട് അവൈലബിൾ ജസ്റ്റ് ക്യാപ് ദി ഹാൻഡ് ഓവർ ദി ഐ ആൻഡ് റിമൂവ്സ് ദം സഡൻലി. നമ്മൾ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഈ കണ്ണിലേക്ക് മറ്റ് പ്രകാശം അടിക്കാത്ത രീതിയിൽ അടച്ചു പിടിച്ച് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് വരും. അപ്പോൾ ഈ പീപ്പിളിൻ്റെ അതിലെന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അല്ല എന്താ പറയുന്നത്? ദി പീപ്പിൾ ഷുഡ് എക്സ്പാൻഡ് ഓർ ഡൈലേറ്റഡ്. ഇഫ് ദി പീപ്പിൾ ഡു നോട്ട് റിയാക്ടിങ് ലൈറ്റ് ദേ ആർ അൺഈക്വൽ, ഇറ്റ് ഇൻഡിക്കേറ്റ് ദി ഇന്റേണൽ ഹെഡ് ഇഞ്ചുറി. തലയ്ക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യില്ല. ഒരു കൺസ്ട്രക്റ്റും പീപ്പിളിൻ്റെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഹെഡ് ഇഞ്ചുറി നടന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി അതിലെന്താ പറയുന്നത്? കംപ്ലീറ്റ്ലി ഡൈലേറ്റഡ് പീപ്പിൾ നോട്ട് റിയാക്ടിങ് ദി ലൈറ്റ് ഇൻഡിക്കേറ്റ് ദെൻ ദി ഹാർട്ട് ഹാസ് സ്റ്റോപ്ഡ് ബീറ്റിംഗ് ദെൻ വിച്ച് കുഡ് മീൻ ദി കാർഡിയാക് അറസ്റ്റ്. ഒരു റെസ്പോൺസും ഇല്ലാത്ത അവസ്ഥ, കംപ്ലീറ്റ്ലി ഡൈലേറ്റഡ് പീപ്പിൾ, ഒരു റെസ്പോൺസ് ഇല്ലാത്ത അവസ്ഥ ആണെങ്കിൽ അവിടെ കാർഡിയാക് അറസ്റ്റ് നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആൾ കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ. ബാക്കി പോയിന്റുകളുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ എന്താണെങ്കിൽ ആളുടെ ബ്രീത്ത് ലെവൽ ചെക്ക്. ദി പേഴ്സൺസ് ബ്രീത്ത് നോർമലി, പുട്ട് ദി ഹാൻഡ് ജെന്റ്ലി ഓൺ ദി ചെസ്റ്റ് ആൻഡ് ഫീൽ ഇറ്റ് റൈസ് ആൻഡ് ഫോൾ. ആളുടെ ശ്വാസോച്ഛ്വാസം അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിയുടെ ചെസ്റ്റിൽ നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അത് ഫീൽ റൈസ് ആൻഡ് ഫോൾ, അത് ഉയരുന്നതും അതുപോലെ തന്നെ താഴുന്നതും നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. ഫർദർ ഇഫ് bring our ear close to the mouth or nose the patient, we can hear the intake as well as release the air. നമുക്ക് ചെവി ഓർത്താൽ തന്നെ ആ വ്യക്തി ശ്വാസം വലിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം നമുക്ക് ആൾ കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. സ്കിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ
ആളുടെ പ്യൂപ്പിൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, ബ്രീത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം എന്താ പറയുന്നത്, ഫർദർ വി ബ്രിങ് അവർ നമുക്ക് ചെവി ഓർത്താൽ നമുക്ക് അത് അറിയാൻ പറ്റും, അത് ഇൻടേക്കും അതുപോലെ തന്നെ റിലീസും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്സിജൻ ഡിപ്ലേറ്റിംഗ് ടു ദി ബ്രെയിൻ, ഇറ്റ് വിൽ കോസ് ദി ഇറിവേഴ്സിബിൾ ഡാമേജ് ടു ദി ബ്രെയിൻ വിച്ച് മേ റിസൾട്ട് സീരിയസ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റി, ഈവൻ ഡെത്ത്, മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ തന്നെ മെൻ്റലായിട്ടോ ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ, സൈൻ ഓഫ് ഒബ്സ്ട്രക്ഷൻ ദി പാസേജ് ഓഫ് ഫ്രഷ് എയർ ഇൻ ടു ലങ്സ് ആർ, എന്തൊക്കെയാണ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവുക അപകടം നടന്ന അവസ്ഥയിൽ? ഫോർത്ത്, അറൗണ്ട് ദി ലിപ്സ്, കളർ ഓഫ് ലിപ്സ് ബ്ലൂ, ചുണ്ടിൻ്റെ കളറ് വ്യത്യാസവും, നീല കളറാവും ചുണ്ടിൻ്റെ കളർ. ഈ ബ്രീത്തിൻ്റെ ഡിഫിക്കൽട്ട് ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുണ്ടിൻ്റെ കളറ് നീല കളറാവും. പേൾ ഫേസ് എന്ന്, വിളറിയ മുഖമാവാനും സാധ്യതയുണ്ട്. ഇൻ്റർമീഡിയറ്റ് നോയ്സിലെ റെസ്പിറേഷൻ, അതേപോലെ തന്നെ ഷാലോ ആൻഡ് റാപ്പിഡ് ബ്രീത്തിങ് മൂവ്മെൻറ്റ്സ്. ഇപ്പം ചിലപ്പം നേരിയ തോതിലായിട്ട് ഒരു ബ്രീത്തിങ് എടുക്കുക, ചിലപ്പോൾ പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള ബ്രീത്തിങ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതാണ് ഒബ്സ്ട്രക്ഷൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളത് അവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് പേഷ്യൻസ് ബ്രീത്ത്, ടേക്ക് നോട്ട് ദി ഓർഡർ. എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ കൺഫേമിങ് ആൽക്കഹോളിസം. നമുക്ക് ആൽക്കഹോളിസത്തിൻ്റെ ഇപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ല് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വ്യക്തി കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൂടുതലായിട്ട് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കി പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഫസ്റ്റ് എയ്ഡ് റെസ്പോൺസിബിലിറ്റിയും. അതേപോലെ തന്നെ നമുക്കിപ്പം ഇപ്പോൾ എന്തൊരു അപകടാവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും ആ അപകടത്തിൽപ്പെട്ട വ്യക്തി ആൾക്ക് ചിലപ്പം ടെമ്പററി ആയിട്ട് ആളുടെ ബോധം ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ആളുടെ ബോധം പോയിരിക്കാം, ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ, അപ്പോൾ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ ആൾക്ക് സർജറി വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കാര്യത്തിലേക്ക് ആളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡർ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ പോയിന്റുകൾ. അപ്പോൾ ഇത്തരം പോയിന്റുകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സിംറ്റംസ് ആൻഡ് സൈൻസ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ്, അപകടത്തിൻ്റെയും അവസ്ഥയുടെയും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദി കാഷ്വാലിറ്റി മേ ടെൽ യു ഓഫ് ദീസ് സിംറ്റംസ്. എന്തൊക്കെ സിംറ്റംസ് നമ്മളെടുത്ത് ഈ അപകടാവസ്ഥയിൽപ്പെട്ട വ്യക്തി നമ്മുടെ അടുത്ത് പറയാവുന്ന സിംറ്റംസ് ആണ് പറയുന്നത്. പെയിൻ നമ്മളുടെ അടുത്ത് പറയാം, നമുക്ക് നമ്മൾ ചോദിച്ച ആൾക്ക് പറയാൻ കഴിയും. പെയിൻ എവിടെയാണ്, വേദന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അയാൾ പറയും. ആങ്സൈറ്റി, അതേപോലെ തന്നെ ഹീറ്റ്, ചൂട്, തണുപ്പ്, ലോസ് ഓഫ് നോർമൽ മൂവ്മെൻറ്റ്, ഇപ്പോൾ കൈകാലുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ ലോസ് ഓഫ് സെൻസേഷൻ, അതേപോലെ തന്നെ അബ്നോർമൽ സെൻസേഷൻ, തേഴ്സ്റ്റ്, നോസിയ, ഫിറ്റ്നസ്, സഫ്നെസ്, വീക്ക്നെസ്, മെമ്മറി ലോസ്, ഡിസിനെസ്, സെൻസേഷൻ ഓഫ് ബ്രോക്കൺ ബോൺ, എല്ലുകൾ പൊട്ടിയിട്ടുള്ള അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കാഷ്വാലിറ്റി നമ്മളെടുത്ത് പറയാൻ കഴിയുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ അങ്ങനെ ലക്ഷണങ്ങൾ കാഷ്വാലിറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? യു മേ സീ ദീസ് സീൻസ്, നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കാം. ആങ്സൈറ്റി ആൻഡ് പെയിൻഫുൾ എക്സ്പ്രഷൻ, ആ വ്യക്തിയുടെ എക്സ്പ്രഷൻ, ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടാവും, ഭയങ്കരമായിട്ട് ചിലപ്പം പേടിച്ചിട്ടുണ്ടാവും, ഈ അപകടത്തിൽ നിന്ന് പേടിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഈ കാഷ്വാലിറ്റി പേഷ്യൻ്റ് നമുക്ക് കാണാൻ കഴിയും. അൺയൂഷ്വൽ ചെസ്റ്റ് മൂവ്മെൻറ്റ്, അൺയൂഷ്വൽ ആയിട്ടുള്ള ചെസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് ശ്രദ്ധയിൽ പെടാൻ സാധ്യതയുണ്ട്. ബേൺസ് ആണെങ്കിൽ ആ പുള്ളിയിൽ നമുക്ക് കാണാൻ പറ്റും. സ്വെല്ലിങ്, വൂൺസ്, ബ്ലീഡിങ്, റെസ്പോണ്ട് ടു ടച്ച്, റെസ്പോണ്ട് ടു സ്പീച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സൈനുകളാണ്. ഇനി അതിൻ്റെ കൂടെയുണ്ട് ബ്രൂസിങ്, അബ്നോർമൽ സ്കിൻ കളറ്, സ്വെല്ലിങ്, അതേപോലെ തന്നെ ഡിഫോമിറ്റി, ഫോറിൻ ബോഡീസ്, വൊമിറ്റ്, കണ്ടെയ്നർ ആൻഡ്
സർക്കംസ്റ്റാൻസസ് എവിഡൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാഷ്വാലിറ്റി, ആ അപകടം നടന്ന വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ പരിസരത്തിൽ നിന്നോ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു മേ ഫീൽ ദീസ് സൈൻ. എന്തൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും? ഡാംപ്നെസ്, അബ്നോമിനൽ ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ സ്വെല്ലിംഗ്, ഡിഫോമിറ്റി, ഇറഗുലാരിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആ സിംറ്റംസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണെങ്കിൽ എന്താണ് സിംറ്റംസ് ആൻഡ് സയൻസ് ഓഫ് ഇഞ്ചറി ഓർ ഇൽനെസ് ആണ്. ഇഞ്ചറി അല്ലെങ്കിൽ ഇൽനെസ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് യു മേ ഹിയർ ദിസ് സൈൻ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ലക്ഷണങ്ങളാണ്. നോയ്സി ഓർ ഡിസ്ട്രക്റ്റഡ് ബ്രീത്തിങ്, ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രോണിങ്, ഞെരക്കം, ആൾ ഞെരങ്ങുന്നത്, വേദന കൊണ്ട് ചിലപ്പോൾ ഞെരങ്ങുന്നതായിരിക്കാം, അത്തരത്തിലുള്ളത് നമുക്ക്. അതുപോലെ തന്നെ സക്കിങ് സൗണ്ട്, റെസ്പോൺസ് ടു ടച്ച്, റെസ്പോൺസ് ടു സ്പീച്ച്, ഗേറ്റിംഗ് ബോൺ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി യു മേ സ്മെൽ ദിസ് സൈൻ, നമുക്ക് മണത്തറിയാൻ പറ്റും. ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് മണത്തറിയാൻ പറ്റും. എന്തൊക്കെയാണ്? അസറ്റോൺ, ആൽക്കഹോൾ, ബേണിംഗ്, ഗ്യാസ് ഓഫ് ഫ്യൂംസ്, സോൾവൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്മെല്ല് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ TPR എന്ന് പറയും. TPR നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. TPR എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏതൊരു പേഷ്യൻ്റെയും നമുക്ക് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആളുടെ ടെമ്പറേച്ചർ നോക്കണം, പൾസ് നോക്കണം, റെസ്പിറേഷൻ നോക്കണം. അപ്പോൾ ഇത്തരം പോയിന്റുകളാണ് ഫസ്റ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇൽനെസ് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ നമുക്ക് പേഷ്യൻ്റ് നമ്മളുടെ അടുത്ത് പറയുന്നതും നമ്മൾ പേഷ്യൻ്റിൽ നിന്ന് കണ്ടെത്തുന്നതുമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അൺകോൺഷ്യസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. Any interference with the normal function of the brain and nerves bring about loss sensibility. നമുക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയുണ്ട്, ഒന്നും അറിയില്ല. ഇൻ്റർഫറൻസ് വിത്ത് ദി നോർമൽ ഫങ്ഷനിങ്, നമ്മുടെ സാധാരണ ഫങ്ഷനിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. അതെന്തൊക്കെയാണ്? ഓഫ് ദി ബ്രെയിൻ ആൻഡ് നെർവ്സ്, തലച്ചോറും അതുപോലെ തന്നെ നെർവുകളും ആ സെൻസിബിലിറ്റി, ആ സെൻസിറ്റിവിറ്റി അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അൺകോൺഷ്യസ്നെസ് പറയുന്നത്. അത് എന്തൊക്കെ തരത്തിലുള്ള എന്താ വരുന്നത്? ഡ്യൂ ടു ദി ഇഞ്ചുറീസ് ആർ ടു കൈൻഡ്സ്, രണ്ട് തരത്തിലുള്ള ഇഞ്ചുറികൾ വരുമ്പോഴാണ് ഈ അൺകോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത്. ഒന്ന് പാർഷ്യൽ, വെൻ ഇറ്റ് ഈസ് കാൾഡ് സ്റ്റൂപ്പർ എന്ന് പറയും. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പാർഷ്യൽ അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പേരാണ് സ്റ്റൂപ്പർ. അതേപോലെ തന്നെ കംപ്ലീറ്റ് when the in it is known as coma. കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് എന്ന് പറയുന്ന പേരും സ്റ്റോമ. അതേപോലെ തന്നെ പാർഷ്യലായിട്ട് വരുന്നതും സ്റ്റൂപ്പർ ആണ്. രണ്ട് പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ടെന്ന്, അതിൻ്റെ എത്രത്തോളമാണ് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെസ്റ്റ് ദി ഡിഗ്രി ഓഫ് അൺകോൺഷ്യസ് സ്റ്റേജ്, അതിൻ്റെ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ്? വെൻ സ്പോക്ക് ടു ദി കാഷ്വാലിറ്റി മേ നോട്ട് റെസ്പോണ്ട്. While stupor he can be roused with difficulty. റെസ്പോൺസ് ഇല്ലാത്ത അവസ്ഥയുണ്ടോ? നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാഷ്വാലിറ്റി മേ നോട്ട് റെസ്പോണ്ട്. ചിലപ്പോൾ പാർഷ്യലായിട്ട് വരുമ്പോൾ സ്റ്റൂപ്പർ സ്റ്റേജിലാണെങ്കിൽ ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥ വരും. ഇൻ സ്റ്റൂപ്പർ one cannot open the eyes lids as the casualty will rest this attempt. ചിലപ്പോൾ കണ്ണുകൾ ഐലിഡ്സ് ഓപ്പൺ ചെയ്തിരിക്കാം. ബട്ട് ഇൻ കോമ ലീഡ്സ് ക്യാൻ ബി ഓപ്പൺഡ് വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. കോമ സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ കണ്ണുകൾ തുറന്നിരിക്കാം, പക്ഷേ റെസ്പോൺസ് ഉണ്ടാവില്ല. ഇനി അപ്പം അവിടെ നമുക്ക് പീപ്പിൾ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പീപ്പിൾ ടെസ്റ്റ് ചെയ്തു. പീപ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് പീപ്പിൾ ടെസ്റ്റ് ചെയ്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കി ഈ പ്രകാശത്തെ ഉള്ള റെസ്പോൺസ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. പീപ്പിൾ ഈസ് ദി റൗണ്ട് ഓപ്പണിംഗ് ഓഫ് സെൻറ്റർ ഓഫ് ഐലിഡ് ഇൻ സ്റ്റൂപ്പർ കോസ്ഡ് ബൈ ഡിസീസ് ഓർ ഇഞ്ചുറീസ്. പീപ്പിൾ കോൺട്രാസ്റ്റ് വെൻ ഡേറ്റ് ഈസ് മെയ്ഡ് ടു ഫോൾ ഇറ്റ് ഓൺ. ഈ സ്റ്റൂപ്പർ സ്റ്റേജിലാണെങ്കിൽ പീപ്പിൾ കോൺട്രാക്ട് ചെയ്യും. ബട്ട് കോമ ദർ ഇസ് നോ റെസ്പോൺസ് ടു ലൈറ്റ്. കോമ സ്റ്റേജിലാണെങ്കിൽ പീപ്പിൾ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യില്ല. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ഓഫൺ വൈഡ്ലി ഡൈലേറ്റഡ് ഇൻ ഡീപ്പ് കോമ.
ഒരു റെസ്പോൺസും ഉണ്ടാവാത്ത അവസ്ഥയാണ് നമ്മൾ കോമ എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബ്രെയിൻ ഇഞ്ചുറി ആവാം, സ്ട്രോക്ക് ആവാം, കൺവൾഷൻസ് ആവാം, ഫെയിൻറ്റിങ്, ഹീറ്റ് സ്ട്രോക്ക്, എക്സോഷൻ, അതുപോലെ തന്നെ ഡയബറ്റിസ്, ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ. ഡയബറ്റീസിന് ഓവർ ഡോസ് ഓഫ് ഇൻസുലിൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തും. ഹാർട്ട് അറ്റാക്ക്, ഹിസ്റ്റീരിയ, എപ്പിലെപ്സി, ഷോക്ക്, ഹെമറേജ്, അക്യൂട്ട് ഫീവർ, പോയിസൺ, ഇത്രയൊക്കെയാണ് ഈ അൺകോൺഷ്യസിൻ്റെ കാരണങ്ങളായിട്ട് വരുന്നത്. ഇനി നമ്മൾ അവിടെ കൊടുക്കാൻ കഴിയുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ കഴിയുന്ന ഫസ്റ്റ് എയ്ഡ്? ഓപ്പൺ ദി എയർവേ ബൈ ലിഫ്റ്റിംഗ് ദി ചിൻ ആൻഡ് tittling the neck, head, neck, breathing and pulse and be prepared. അപ്പോൾ നമുക്ക് അതിൽ കൊടുക്കാൻ കഴിയുന്ന ഫസ്റ്റ് എയ്ഡുകളാണ് ആ എയർവേ, ആ എയർ പോകുന്ന ഭാഗം നമ്മളത് ക്ലിയർ ആക്കി കൊടുക്കാം. എങ്ങനെയാണത്? ഈ കഴുത്ത് ഭാഗം ഉയർത്തി വെച്ചുകൊണ്ട്, ചിൻ ഭാഗം ഉയർത്തി വെച്ചുകൊണ്ട് നമുക്ക് ആ എയർവേ നമുക്ക് സ്മൂത്ത് ആക്കി കൊടുക്കാം, ഈസിലി ആക്കി കൊടുക്കാം. ഇനി ലൂസൺ ക്ലോത്ത്സ് അറ്റ് നെക്ക്, ചെസ്റ്റ് ആൻഡ് വേസ്റ്റ്, നമുക്ക് അവിടുത്തെ വസ്ത്രങ്ങൾ ലൂസാക്കി കൊടുക്കാം. തണുപ്പാണെങ്കിൽ ഇഫ് കോൾഡ് കവർ വിത്ത് എ ബ്ലാങ്കറ്റ് കൊണ്ട് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇനി കൺട്രോൾ എനി ബ്ലീഡിങ്, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്ത് കൊടുക്കാം. ഫാസ്റ്റ് മെഡിക്കൽ ഹാൻഡ്സ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് മെഡിക്കൽ ഹാൻഡ്സിലേക്ക് നമുക്ക് അത് പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം, പാസ് ചെയ്ത് കൊടുക്കാം. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഗിവ് എനിത്തിങ് ബൈ മൗത്ത്, വായിലൂടെ ഒന്നും കൊടുക്കാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും വെള്ളമോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും വായിലൂടെ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുക. കാരണം എന്താണ്? ആളുടെ എയർവേ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ എയർവേ ബ്ലോക്ക് ആകുമ്പോഴാണ് സാധാരണയായിട്ടും ഇത്തരത്തിലുള്ള ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു തരത്തിലും ആളുടെ വായിലൂടെ ഒന്നും കൊടുക്കാതിരിക്കുക. ഡു നോട്ട് മൂവ് ദി കാഷ്വാലിറ്റി അൺനെസസറിലി ബിക്കോസ് ദി പോസിബിലിറ്റി ഓഫ് സ്പൈനൽ ഇഞ്ചറി, ഒരു തരത്തിലും അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സും ചെയ്യാൻ പാടില്ല. ഡോട്ട് മൂവ് കാഷ്വാലിറ്റി അൺനെസസറി, ആവശ്യമില്ലാതെ അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യരുത്. അത് എന്താവും സാധ്യത? അത് പോസിബിലിറ്റി ഓഫ് സ്പൈനൽ ഇഞ്ചറി ഉണ്ടാവാനും സാധ്യതയുണ്ട്. നെവർ അറ്റംപ്റ്റ് ടു മേക്ക് അൺകോൺഷ്യസ് പേഴ്സൺ ടു സിറ്റ് ഓർ സ്റ്റാൻഡ് അപ്പ്, ഇത്തരത്തിലുള്ള വ്യക്തികളെ ഇരിക്കാനോ അതുപോലെ തന്നെ സ്റ്റാൻഡ് അപ്രൈറ്റ് എണീപ്പിച്ച്, നമ്മളിപ്പോൾ എന്തെങ്കിലും അപകടം വന്നിട്ടുണ്ടെങ്കിൽ ആളെ പെട്ടെന്ന് എടുത്ത് ഉയർത്തി നിർത്താനും ഇരുത്താനൊക്കെ ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള വ്യക്തികളെ, ആ പേഷ്യൻറ്റിനെ ഒരിക്കലും അത്തരത്തിലുള്ള ഇരുത്താനോ നിർത്താനോ പാടില്ല. ഡി നോട്ട് ലീവ് ആൻ അൺകോൺഷ്യസ് കാഷ്വാലിറ്റി അറ്റൻഡഡ് ബൈ എനി ടൈം, അൺഅറ്റൻഡഡ് ബൈ എനി ടൈം. ഇത്തരത്തിലുള്ള വ്യക്തികളെ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്, ഒരു സമയത്ത് പോലും ഇദ്ദേഹത്തെ ശ്രദ്ധ കൊടുക്കാതിരിക്കരുത്. കാരണം അത് സീരിയസ് ആയിട്ട് ചിലപ്പോൾ ഡെത്ത് വരെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം കുറച്ച് പോയിന്റുകളാണ് ഈ ക്ലാസ്സിൽ പഠിച്ച്, അൺകോൺഷ്യസ് വരെയാണ് നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള പോയിന്റുകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ചെറിയ വീഡിയോകളായിട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ എളുപ്പം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ അൺകോൺഷ്യസ് സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ പ്രാഥമിക ചികിത്സ, എന്തൊരു അസുഖമാണെങ്കിലും എന്തൊരു അപകടാവസ്ഥയാണെങ്കിലും ആ അപകടത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഫസ്റ്റ് എയ്ഡർ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡിൽ നമുക്ക് പഠിക്കേണ്ടത് ആവശ്യം. അപ്പോൾ അത് ഓരോ അപകടാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന വ്യക്തിയുടെ ജീവനെയും അതുപോലെ തന്നെ ആ അപകടത്തിൽപ്പെട്ട കാഷ്വാലിറ്റിയെയും തുടർന്നുള്ള അപകടങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ സേഫായിട്ട് വേണം പ്രാഥമിക ചികിത്സ കൊടുക്കാൻ. അപ്പോൾ ഇത്തരം കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.